ഇനി പറ, നിങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടിയത്? ശേഖരൻ രാധാമണിയുടെ ഒപ്പം പോയില്ലേ? അച്ഛാ, അതൊക്കെ ഒരു കഥയാ. ഞാൻ ആദ്യം ഇദ്ദേഹം ആരാണെന്ന് പരിചയപ്പെടുത്തി തരാം. ആളെ അറിയുമ്പോ അച്ഛനും അങ്കിളിനും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. ഇദ്ദേഹം ഇന്ദ്രേട്ടന്റെ അച്ഛനാ. ഇന്ദ്രേട്ടന്റെ സ്വന്തം അച്ഛൻ. സത്യമാണോ ശേഖര? അതെ സർ. 10-18 വർഷം മുമ്പ് ഭാര്യയും 3 മക്കളെയും തനിച്ചാക്കി വിദേശത്തേക്ക് പോയതായിരുന്നു. പിന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. രേഖകളൊന്നുമില്ലാതെ പോയതിന് കുറെ കാലം അവിടുത്തെ ജയിലിലായിരുന്നു. പിന്നെ അറ്റം കാണാത്ത മരുഭൂമിയുടെ ഏതോ ഒരു മൂലയിൽ ഒട്ടകത്തൊഴുത്തിൽ ജീവിതം തളച്ചിടപ്പെട്ടു. അവസാനം ഏതൊക്കെയോ സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുകൊണ്ട് ജീവൻ മാത്രം ബാക്കിയായ ശരീരം അവർ നാട്ടിലേക്ക് തിരിച്ചയച്ചു. കുറേ നാള് പലയിടത്തായി അലഞ്ഞു തിരിഞ്ഞു നടന്നു. പുറമേ കാണുന്ന ഈ ശരീരം മാത്രമേ ഉള്ളൂ. അകത്ത് മുഴുവൻ ഓരോ അസുഖങ്ങളാ. എവിടെയെങ്കിലും വീണ് മരിക്കും മുമ്പ് അവസാനമായി ഭാര്യയും മക്കളെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു അന്വേഷണത്തിൽ സുശീലയും മക്കളും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. നേരിട്ട് കയറി ചെല്ലാൻ ഒരു ഭയം. അവരെന്നെ ആട്ടിയിറക്കുന്നതിലല്ല, ഞാൻ കാരണം അവർക്കൊരു അപമാനം ഉണ്ടായാലോ എന്ന് ഓർത്താ. അങ്ങനെ ഒരു ദിവസം സുശീലയുടെ ഫോൺ നമ്പർ എനിക്ക് കിട്ടി. അവളെ വിളിക്കുകയും ചെയ്തു. എന്താ നിങ്ങക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട സുശീലേ. നിന്നെ ശല്യപ്പെടുത്താനുമല്ല ഞാൻ തിരിച്ചു വന്നത്. നിങ്ങൾ ചത്തുതൊലയും പ്രാർത്ഥിച്ചവളാ ഞാൻ. ഇനിയും വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാ ഞാൻ നിന്നെ വിളിച്ചത്. മക്കളോ? ആരുടെ മക്കളാ? ജനിപ്പിച്ചത് കൊണ്ട് മാത്രം തന്തയാവില്ല. തന്തയുടെ കടമകൾ ചെയ്യണം. എന്റെ മക്കൾക്കേ അച്ഛനില്ല. അയാൾ മരിച്ചതിന് തുല്യം കരുതിക്കൊള്ളണമെന്നാ ഞാൻ അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അവര് കരുതുന്നതും അങ്ങനെ തന്നെയാ. സുശീലയ്ക്ക് എന്നോട് ദേഷ്യവും പകയാണെന്ന് മനസ്സിലായി. അതോടെ ഭാര്യയും മക്കളെയും കാണണമെന്നുള്ള ആഗ്രഹവും പ്രതീക്ഷകളും ഒക്കെ അവസാനിച്ചു. ഇടയ്ക്ക് മഴയും കാറ്റും കൊണ്ട് ശ്വാസം മുട്ടൽ കൂടി. മരണം അടുക്കാറായെന്ന് തോന്നിയപ്പോൾ മക്കളെ കണ്ടു മരിക്കണമെന്നുള്ള ആഗ്രഹം വീണ്ടും എന്നെ ഇവിടെ എത്തിച്ചു. ആരാ അത്? എന്താ ഇവിടെ? മഴയത്ത് കയറിയതാ. ഒരു വീട് അന്വേഷിച്ചു വന്നതായിരുന്നു. നിങ്ങൾ ആരാ? എന്തിനാണ് വന്നത്? പുറത്തു പോവാൻ എന്തിനാണ് വന്നതെന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോടോ. ഇയാളോട് മര്യാദയ്ക്ക് പറഞ്ഞ് കേൾക്കില്ല. വാശാമേ, പിടിച്ച് പുറത്തേക്ക് നടക്കണോ അങ്ങോട്ട്? പുറത്തേക്ക് പോടോ.